ഒരു വൺ ഡേ ട്രിപ്പിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ആ വൺ ഡേ ട്രിപ്പിന് എൻ്റെ കൂടെ വരുന്ന കക്ഷിയാണ് ഈ വരുന്നത്. ആരാണെന്ന് മനസ്സിലായല്ലോ, മെഹ്റു ആണ്. സാധാരണ എൻ്റെ കൂടെ ഇൻ്റർവ്യൂസിനെല്ലാം കാണാറുള്ള ആ വ്യക്തിയില്ലേ, അയാളാണ് ഈ മന്ദം നടന്നു വരുന്നത്. ഓട്ടോ പിടിച്ച് ഞങ്ങൾ പോകുന്നത് വേറെ എങ്ങോട്ടും അല്ല, നേരെ ഹിൽ പാലസിലേക്കുമാണ്. ഞങ്ങളുടെ കോംബോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് ആളുകൾ പറഞ്ഞു കേൾക്കാറുണ്ട്. സന്തോഷം. ഹിൽ പാലസിൽ ചെന്നിട്ട് 100 രൂപയുടെ ടിക്കറ്റും എടുത്തിട്ട് ഞങ്ങൾ കറങ്ങി നടക്കുകയാണ്. മാൻ പേടകളെ കാണാനാണ് ആദ്യം പോയത്. എന്നിട്ട് അവിടെ കിടന്ന ചോളപ്പൊരിയൊക്കെ ഏതോ കുട്ടികൾ കൊടുക്കുന്നുണ്ടായിരുന്നു. ഞാനൊരു ഗുഹയിൽ കയറി കേട്ടോ. ഗുഹയായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. മെഹ്റു ആണെന്നുണ്ടെങ്കിൽ ഓരോ മൊമെൻറ്റും എൻജോയ് ചെയ്യുവാണ്. എൻ്റെ കയ്യിലിരുന്ന ബാഗ് പിടിച്ച് മേടിച്ച് ഇതിട്ടാൽ എനിക്ക് പുതിയ ലുക്കല്ലേ എന്ന് പറഞ്ഞിട്ട് നടക്കുന്നുണ്ടായിരുന്നു. എന്നെ കൊണ്ടും ഏകദേശം ഒരു റാംബോക്ക് പോലത്തെ ഒരു സാധനം ചെയ്യിച്ചു. ഞങ്ങൾ എന്തെല്ലാം പട്ടിഷമാണ് കാണിക്കുന്നതെന്നറിയാമോ? ക്യാമറയിൽ ഞങ്ങൾ നല്ല ബുദ്ധികളാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു മോണ്യുമെൻ്റ് കണ്ടത്. എന്താണെന്ന് പറഞ്ഞ് അടുത്ത് നോക്കുമ്പോഴാണ് കക്കൂസ്. കരിങ്കല്ലിൽ പണിത കക്കൂസൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. ഈ ഒരു കൊട്ടാരത്തിലുള്ള കക്കൂസുകളെല്ലാം വെളിയിലുണ്ട്. അകത്തൊന്നും കണ്ടില്ലെങ്കിലും വെളിയിൽ കക്കൂസുകൾ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ കണ്ട് ഉല്ലസിച്ച് ചിരിച്ചൊരു പുതിയ കാര്യം കണ്ടുപിടിച്ച പോലെ ഞാനും മെഹ്റുവിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. ചിലതൊന്നും ആ കുട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ എൻ്റെ പതിവ് പോലുള്ള കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ നോക്കി. ഇങ്ങനെ മൺചിത്രത്താഴിൻ്റെ കഥയും പറഞ്ഞുകൊണ്ട് ഈ സൈഡിൽ കൂടെ ഒക്കെ ഞങ്ങളിങ്ങനെ നടന്നു പോകുമായിരുന്നു. ഹിൽ പാലസിൻ്റെ ഒക്കെ നല്ല രസമൊക്കെ ഉണ്ട് കാണാനായിട്ട്. അവിടെ എന്തൊക്കെയോ ആക്ഷൻസൊക്കെ കാണിച്ച് ആക്ഷൻ സോങ്ങും ഇട്ടിട്ട് മെഹ്റുവും നടക്കുന്നുണ്ടായിരുന്നു. ഞാനും എന്നെ കൊണ്ട് നിർബന്ധിച്ചെടുക്കുന്നതാണ് ഇതെല്ലാം തന്നെ. എനിക്കൊട്ടും താല്പര്യമില്ലാതെ വയ്യാത്ത താറാവ് പോലെ ഞങ്ങൾ ഓരോ വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ മുമ്പോട്ട് നടക്കുന്നുണ്ട്. കാടും മേടും കണ്ടപ്പോൾ കൊച്ചു കിടന്ന് കൂവാൻ തുടങ്ങി. കുയിലെന്നെ എതിർപ്പാട്ട് പാടുവാണെന്ന് തോന്നുന്നു. എൻ്റെ വീഡിയോ ഒക്കെ എടുത്തു. എനിക്ക് വയ്യ, കാല് കഴച്ചിട്ട് ഓരോ സ്ഥലങ്ങളിൽ ചെന്ന് ഇരിക്കുക. പിന്നെ അമ്പലക്കുളമല്ലോ, തറവാട്ടുകുളമോ കൊട്ടാരക്കുളമോ അത് കാണാൻ വേണ്ടിയിട്ട് പോവുക. അവിടെ വെച്ചും വീഡിയോ എടുക്കാം. ഊഞ്ഞാലിലാടുന്ന കൊച്ചിനെ എഴുന്നേൽപ്പിച്ചിട്ട് ഊഞ്ഞാലാടുക. ഹിൽ പാലസിലെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് പട്ടി ഷോ കാണിച്ചിങ്ങനെ നടക്കുക എന്നൊക്കെ ഉള്ളതായിരുന്നു ഞങ്ങളുടെ പ്രധാനപ്പെട്ട പരിപാടി. അത് കഴിഞ്ഞ് നല്ലൊരു ഹോട്ടലിൽ, കുഴിമന്തി എന്ന് പേരുള്ള ഒരു ഹോട്ടലിൽ പോയിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചു. വളരെ നല്ല ഫുഡായിരുന്നു. ജ്യൂസി ആയിട്ടുള്ള ചിക്കനായിരുന്നു എനിക്കുണ്ടായിരുന്ന മന്തിയിൽ, നോർമൽ മന്തി. അങ്ങനെ ഒരു നല്ല ഡേ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് റിട്ടേൺ പോയി.